ഉസ്ബെക്കിസ്ഥാനിൽ സഹപാഠി കൊല ചെയ്ത ഹരിപ്പാട് സ്വദേശിനിയായ MBBS വിദ്യാർത്ഥിയെ സാവരിയ ബസന്ത് നേരിട്ടത് ക്രൂര പീഡനമെന്ന് ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ. അതിക്രൂരമായാണ് വിദ്യാർത്ഥിനിയെ കൊന്നതെന്നും പ്രതി മലപ്പുറം സ്വദേശി സദറുൽ അനം മതപരിവർത്തനത്തിന് ശ്രമിച്ചുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ആലപ്പുഴയിൽ എത്തിച്ച പെൺകുട്ടിയുടെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് സാവരിയ ഗുരുതരാവസ്ഥയിലാണെന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു കൊല്ലപ്പെട്ട സാവരിയയും പ്രതി സദറുൽ അനവും. കോളേജിൽ ഹോസ്റ്റൽ സൗകര്യം കുറവായതിനാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ഹോസ്റ്റലിലായിരുന്നു താമസം. ഞായറാഴ്ചയാണ് സാവരിയ മരിച്ച വിവരം നാട്ടിലറിയുന്നത്. സാവരിയയുടെ ശരീരം മുഴുവൻ മുറിവേറ്റ പാടുകളാണ്. ഹോസ്റ്റലിൽ വെച്ച് ദിവസങ്ങളോളം സദറുൽ അനം പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. കണ്ണിന്റെ മുകളിൽ ഒരു ചെറിയ എന്തോ ഒരു തട്ടിയത്, അപ്പോൾ ഈ ചെക്കൻ ഉപദ്രവിച്ചതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വീട്ടുകാർക്ക് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവൊന്നുമില്ല. ഫോട്ടോസ് കാണിച്ചു തന്നു കൊച്ചിൻ്റെ. അതിൽ ഇന്ന പോലെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത്, വളരെ ബ്രൂട്ടലായിട്ടാണ് ഉപദ്രവിച്ച് കൊന്നിട്ടുള്ളതെന്ന് അവർ പ്രത്യേകം എന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇയാൾ രക്ഷപ്പെടരുത്, അതിനൊരു ചാൻസും കൊടുക്കാൻ പാടില്ല എന്നാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്നോട് പറഞ്ഞത്. ഇക്കാര്യം സഹപാഠികൾ അവിടുത്തെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതുമാത്രമല്ല മരണകാരണമെന്നും പ്രതിയുടേത് പെട്ടെന്നുള്ള പ്രകോപനമല്ല എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ബുഖാറ പോലീസ് കാര്യമായി അന്വേഷണം നടത്തിയിട്ടില്ല. മൃതദേഹം നാട്ടിലെത്തിക്കേണ്ടതിനാൽ അതിനുള്ള ശ്രമത്തിലായിരുന്നു. പ്രതിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അനുവദിച്ചില്ല എന്നും ഉസ്ബെക്കിസ്ഥാനിൽ പോയ ബന്ധു പറയുന്നു. പ്രതി സദറുൽ അനം സാവരിയയെ മതപരിവർത്തനത്തിന് നിരന്തരം നിർബന്ധിച്ചിരുന്നുവെന്നും പെൺകുട്ടി ഇതിന് വഴങ്ങിയില്ല എന്നും കുടുംബം ഗുരുതര ആരോപണം ഉന്നയിക്കുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല. കാരണം അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോടും ആ പിള്ളേർ പറഞ്ഞതായിട്ട് അവർ പറഞ്ഞ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. പ്രതി സദറുൽ അനത്തിനെതിരെ ഹരിപ്പാട് പോലീസും കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ഇയാൾ ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ഹരിപ്പാട്ടെ വീട്ടിലെത്തിച്ചു. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി വീട്ടുവളപ്പിൽ വെച്ച് സാവരിയയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, ആലപ്പുഴ.